तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പുതിയ പാഠലിലേക്ക് കിടക്കാം. തുര്യജാഗ്രത്തിലൊന്നും ആനന്ദമറിഞ്ഞിടോ, തുര്യസ്വപ്നമോ തന്നെ കാണുന്ന കാഴ്ചയത്രേ, തുര്യസുഷുപ്തിയിൽ കാണാം മരുളിൻ വെളിച്ചമെല്ലായിടത്തും, തുര്യത്തിൽ താനേ ശിവനെന്ന തോന്നലുമുണ്ടാകും. അപ്പോൾ തുര്യ അവസ്ഥ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി കഴിഞ്ഞിട്ട് 4ാമത്തെ അവസ്ഥയാണ് തുര്യ അവസ്ഥ. ഈ തുര്യ അവസ്ഥയിൽ എന്തൊക്കെ കാണാം? തുര്യ ജാഗ്രത അവസ്ഥയിൽ ആനന്ദം ഉണ്ണാൻ കഴിയും. അപ്പോൾ തുര്യത്തെ തന്നെ പലതായി വിഭജിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തേത് തുര്യ ജാഗ്രത്, അതിൽ ആനന്ദം അനുഭവപ്പെടും. അപ്പോൾ ഒരു സാധകൻ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി തലങ്ങൾ കഴിഞ്ഞ് തുര്യ തലത്തിലെത്തുമ്പോൾ തുര്യ തലത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി തുര്യ ജാഗ്രതാണ്. അപ്പോൾ ഈ സാധകന് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ 2ാമത്തെ തുര്യാവസ്ഥ തുര്യ സ്വപ്നമാണ്. ആ തുര്യ സ്വപ്നമോ തന്നെ കാണുന്ന കാഴ്ചയത്രേ. തുര്യ സ്വപ്നത്തിൽ താൻ ആരാണ് എന്ന് വ്യക്തമായി കിട്ടും. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കാണും. ശിവോഹം എന്ന ആ ഉത്തരം ആ സാധകന് ലഭിക്കും. പിന്നെ 3ാമത്തെ തുര്യാവസ്ഥയാണ് തുര്യ സുഷുപ്തി. അതിൽ അരുളിൻ വെളിയെല്ലാവും കാണാൻ കഴിയും. അപ്പോൾ തുര്യ സുഷുപ്തിയിൽ എന്ത് കാണാൻ കഴിയും? അരുള്, ശിവാനുഗ്രഹം തന്നിലേക്ക് ഒഴുകി ഒഴുകി വരികയും താൻ പ്രകാശമായി മാറുന്ന ഒരവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. തുര്യ സുഷുപ്തി 3ാമത്തെ അവസ്ഥയാണ്. അവിടെ അരുള്, ശിവാനുഗ്രഹം തന്നിലേക്ക്, സാധകനിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ താൻ പ്രകാശമായി മാറുന്ന അവസ്ഥ സാധകന് അനുഭവപ്പെടുകയും ചെയ്യും. തുര്യ സുഷുപ്തിയിൽ എല്ലാം പ്രകാശമായി മാറും. അതായത് അന്ധകാരം മാഞ്ഞു പോവുകയും പ്രകാശം, തൂവെളിച്ചം, ശിവവെളിച്ചം എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. എല്ലാം ശിവമയം എന്ന ഒരു അവസ്ഥ തുര്യ സുഷുപ്തിയിൽ അനുഭവപ്പെടും. പിന്നെ ഏറ്റവും ഉന്നതമായ 4ാമത്തെ അവസ്ഥ തുര്യമാണ്. അതിലെന്താ സംഭവിക്കുക? തുര്യത്തിൽ താനേ ശിവമെന്ന തോന്നലുണ്ടാകാം. ഞാൻ ശിവോഹം എന്നുള്ള അനുഭൂതി അയാൾക്ക് വ്യക്തമായി കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തുരീയം എന്നുള്ള ഏറ്റവും ഉന്നതമായ തലം, അതാണ് തുര്യാതീതം എന്നൊക്കെ സാധാരണ ഉപനിഷത്തുകൾ പറയുന്നത്. ഈ തുര്യത്തിൽ ശിവത്തെ താൻ തന്നെയാണ് എന്നറിയുന്നു. ശിവോഹം, അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യ തത്വം ഇവിടെ സാധകന് അനുഭൂതിയായി മാറുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അനുഭവമായിട്ട് ശിവോഹം എന്നുള്ള അനുഭൂതി മനസ്സിലാക്കുകയും മഹാവാക്യ തത്വമായ അയം ആത്മാ ബ്രഹ്മ എന്നത് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ മഹാവാക്യ തത്വത്തിൻ്റെ അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഒരു തലമാണ് തുരീയം. അതിനെ നമുക്ക് തുര്യാതീതം എന്ന് ചില ഉപനിഷത്തുകളിൽ വിളിക്കുന്നതും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ തുര്യമാണ് സത്യത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഇതിനെക്കുറിച്ചിട്ട് സാധു ഗോപാലസ്വാമി വിവരിക്കുന്നുണ്ട്. ഈ ഭാഗം തന്നെ അരുൾമൊഴികളിൽ സാധു ഗോപാലസ്വാമികൾ
ഒരു ഗ്രഹസദസ്സിൽ വിവരിക്കുന്നത് നമുക്ക് കാണാം. സാധു ഗോപാലസ്വാമി ഒരു ഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു സ്വന്തം കുടുംബത്തിൽ തന്നെയാണ് താമസിച്ചത്. പക്ഷേ സന്യാസിയാകാതെ ഗൃഹസ്ഥനായി ജീവിച്ച് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയാണ് സാധു ഗോപാലസ്വാമികൾ. ഇദ്ദേഹം അസാധാരണമായ ജ്ഞാനവും തേജസ്സും നേടിക്കഴിഞ്ഞിരുന്നു. മറ്റൊരു പ്രത്യേകത 18 സിദ്ധന്മാരുമായി നിത്യബന്ധം പുലർത്തിയിരുന്ന ഒരു ജ്ഞാനശ്രേഷ്ഠനാണ്, ഒരു സിദ്ധനാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ്, ഒരു സിദ്ധനായിരുന്നു സാധു ഗോപാലസ്വാമികൾ. സാധു ഗോപാലസ്വാമികളെക്കുറിച്ച് സുഹൃത്തുക്കൾ പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് കേൾക്കാനിടയുണ്ട്. അതായത് ഒരു ദിവസം സാധു ഗോപാലസ്വാമികളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെന്നപ്പോൾ ഈ സുഹൃത്ത് ഒരു കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ സാധു ഗോപാലസ്വാമി തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ കസേരയിൽ ഇരിക്കേണ്ട, തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കൂ. അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് ഗോപാലസ്വാമിയോട് ചോദിച്ചു, എന്താ അങ്ങ് അന്ന് ആ കസേരയിൽ ഇരിക്കരുതെന്ന് എന്നെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ സാധു ഗോപാലസ്വാമികൾ പറയുകയാണ്, ആ സമയം ആ കസേരയിൽ അനശ്വരനായ ഒരു സിദ്ധയോഗി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ഗൃഹത്തിൽ, തൻ്റെ വീട്ടിലെ കസേരയിൽ ചിരഞ്ജീവിയായ ഒരു സിദ്ധൻ വന്ന് ആ കസേരയിൽ ഇരുന്നിരുന്നു. അതുകൊണ്ടാണ് താങ്കളോട് ആ കസേരയിൽ ഇരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഗോപാലസ്വാമി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഗോപാലസ്വാമികൾക്ക് ഈ 18 സിദ്ധന്മാരിൽ പലരുമായി നിത്യസമ്പർക്കമുണ്ടായിരുന്നു. അങ്ങനെ നിത്യസമ്പർക്കമുള്ള ഈ ഗോപാലസ്വാമികൾ പലപ്പോഴും ശൈവ ദർശനത്തിൻ്റെ, ശൈവ കാവ്യങ്ങളുടെ, ശൈവ ഭക്തി കാവ്യങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കയറിക്കൊണ്ടാണ് തൻ്റെ സുഹൃത്തുക്കളോടും തൻ്റെ ഭക്തന്മാരോടും പ്രഭാഷണം നടത്തിയിരുന്നത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, കാരണം അത്രയേറെ അഗാധമായ ശൈവ ദർശനങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് അരുൾമൊഴികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സദസ്സിൽ നിരന്തരം കേട്ടിരുന്ന 2-3 പേർ ഈ സദസ്സിലുണ്ടായിരുന്നു. അവർ ഇത് സാധു ഗോപാലസ്വാമിയുടെ വാക്കുകൾ അത്രയും എഴുതിയെടുക്കുകയും അത് പിന്നീട് അരുൾമൊഴികൾ എന്ന പേരിൽ ഒരു പുസ്തകം ആക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലെ ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. 1959 ജനുവരിയിൽ സാധു ഗോപാലസ്വാമികൾ ഈ ഭാഗം, അതായത് തുര്യത്തെക്കുറിച്ചിട്ട് പറയുന്ന ഒരു ഭാഗം തൻ്റെ ഭക്തന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഞാനതിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾക്ക് സാക്ഷിയായി തുര്യം നിലനിൽക്കുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെ ഏകകാലത്ത് ഒന്നായി കാണുന്ന അവസ്ഥ തുര്യാവസ്ഥ. ജാഗ്രത് ജാഗ്രം, സ്വപ്നം, സുഷുപ്തി എന്തുകൾ പോയി തുര്യജാഗ്രം, തുര്യസ്വപ്നം, തുര്യസുഷുപ്തി എന്നിവ ഉണ്ടാകണം. കണ്ടോ? അപ്പോൾ ജാഗ്രതും സ്വപ്നവും മാറിക്കഴിഞ്ഞിട്ടാണ്, സുഷുപ്തിയും മാറിക്കഴിഞ്ഞിട്ടാണ് തുര്യമുണ്ടാകുന്നത്. അപ്പോൾ 4ാമത്തെ അവസ്ഥ, സാധകൻ്റെ 4ാമത്തെ ചവിട്ടുപടിയാണ് തുര്യം. അത് തന്നെ എന്തൊക്കെയുണ്ട്? തുര്യജാഗ്രം, തുര്യസ്വപ്നം, തുര്യസുഷുപ്തി എന്നിവ. തുര്യം അവസാനത്തേത്. സാധാരണ തുര്യാവസ്ഥയിൽ ജാഗ്രത അവസ്ഥയുടെയും സ്വപ്നാവസ്ഥയുടെയും സുഷുപ്തിയവസ്ഥയുടെയും പറ്റുതലുണ്ട്. അതുകൊണ്ട് ഈ തുര്യാവസ്ഥ മൗനത്തെ മാത്രം പ്രദാനം ചെയ്യുന്നു.
മൗനം മൗഢ്യമാണ്. അതുകൊണ്ട് ഈ പറ്റുതലകളും പോയി തുര്യം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. എന്നാൽ മൗനാതീത അവസ്ഥ ഏർപ്പെട്ട് ഈ മൂന്നവസ്ഥകളിലുള്ള മുപ്പാഴും നീങ്ങണം. ഈ മൂന്ന് പാഴുകൾ ജാഗ്രത്, സുഷുപ്തി, സ്വപ്ന, സുഷുപ്തി എന്നിവ മായണം. സുഷുപ്തി എന്നാൽ അഭാവം. അപ്പോൾ ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ അവിടെ ഏർപ്പെടുന്ന അഭാവം സുഷുപ്തി, അതായത് അജ്ഞാനം കൊണ്ടേർപ്പെട്ടത് എന്നർത്ഥം. അതുപോലെ സ്വപ്നത്തിലും സുഷുപ്തിയിലും അപ്പോൾ ഈ അനുഭവമില്ലായ്മ എന്ന അവസ്ഥ വരണം. അപ്പോൾ തുര്യാവസ്ഥ. ഈ തുര്യത്തിലും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നിവയുടെ ലേശം പോലും പാടില്ല. എന്നാൽ ആ അവസ്ഥയ്ക്ക് തുര്യം അല്ലെങ്കിൽ തുര്യാതീതം എന്ന് പറയും. ഈ മൗനാതീത അവസ്ഥ ഏറ്റവും ഉയർന്ന നിലയാണ്. വിദേഹ കൈവല്യമെന്ന് ഇതിനെ പറയാം. പിന്നെ അദ്ദേഹം ഓങ്കാരത്തിൻ്റെ നിഗൂഢതകളിലേക്ക് സാധുഗോപാലസ്വാമികൾ കിടക്കുകയാണ്. ആ മുതൽ വരെ ഒരു വ്യക്തി പുരോഗമിക്കുകയാണെങ്കിൽ അയാൾ മൗനത്തെ അവലംബിക്കുന്നു. എന്നാൽ ആഹ എന്നായാൽ മൗനാതീത അവസ്ഥയായി മാറുന്നു. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് സമുദ്രത്തിൻ്റെ അത്ര വ്യാപകത്വമുണ്ട്. കാരണം ആ തുള്ളി വെള്ളം സമുദ്രത്തിൽ വീണ്ടും ചേർത്താൽ ആ നിമിഷത്തിൽ അത് സമുദ്രത്തിൻ്റെ വ്യാപകത്വത്തെ അടയുന്നു. അതുപോലെ എല്ലാ ജീവരാശികൾക്കും ആ ശുദ്ധ ചൈതന്യത്തിൻ്റെ വ്യാപ്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ തുള്ളി വെള്ളം സമുദ്രത്തിൽ ചേർന്നതുപോലെ ഓരോ ജീവനും ആ ശുദ്ധ ചൈതന്യത്തിൽ ചേർന്ന് ലയിക്കണം. വാസ്തവത്തിൽ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ നാമരൂപാധികളാകുന്ന തൻ്റേതുകൾ കൊണ്ട് ആ വ്യാപ്തി മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തൻ്റേതുകൾ, അതായത് കാര്യഭാവനകൾ മാറ്റിയാൽ കാരണാവസ്ഥ എത്തിച്ചേരും. എന്നിട്ട് ഇതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ചും സാധുഗോപാലസ്വാമി ആ സദസ്സിലെ തൻ്റെ ഭക്തന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കൂ, വിശ്രമത്തോടുകൂടി ഇരിക്കുമ്പോൾ തൻ്റെ സ്വസ്വരൂപത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ താനുണ്ട്, എന്നാൽ താൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അറിവ് ലഭിക്കുവാൻ വേണ്ടി ഉറ്റ ആഗ്രഹത്തോടുകൂടി ഇരിക്കുമ്പോൾ ആകാശഗുണമാകുന്ന ശബ്ദത്തെ, അതായത് നാദത്തെ നാം കേൾക്കുന്നു. ആ നാദത്തിൻ്റെ അന്ത്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആ നാദത്തിൻ്റെ അന്തിമ ദശയിൽ ഈ ഉടലും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അന്ധകരണവുമാകുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവകളും ത്രിഗുണങ്ങളും, അതായത് സാത്വികം, രാജസം, താമസം ഇവയും വായുക്കളും ഇല്ലാതായി പോകുന്നു. വെഷ്ടി സമഷ്ടി ഭേദമില്ലാതെ വൃത്തം എന്നും ഏകകേന്ദ്രവൃത്തം എന്നുമുള്ള ഭേദമില്ലാതെ നിറവുറ്റതായി താൻ വരികയും താൻ എന്നുള്ള ഭാവന ഒഴിഞ്ഞ് പറഞ്ഞറിയിക്കുമ്പോൾ സാധിക്കാത്ത ആനന്ദത്തിൽ നിമഗ്നനാവുകയും ചെയ്യും. ആ അവസ്ഥയെ പറ്റിയാണ് ഇവിടെ സാധുഗോപാലസ്വാമികൾ പറയുന്നത്. ഇതിൽ എന്നിട്ട് അദ്ദേഹം എഴുത്തച്ഛൻ്റെ ഒരു കവിത കൂടി ഉദ്ധരിക്കുന്നുണ്ട്. നോക്കൂ, തോന്നുന്നതാകിൽ അഖിലം ഞാനെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. തോന്നുന്നതാകിൽ ഞാനറ്റ ബോധത്തെ അഖിലം ഞാനിതെന്ന വഴി ജ്ഞാനായ മുക്തിയെ തോന്നേണമേ. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ ജ്ഞാനെന്നിറയ്ക്കും ഉളവ് ആനന്ദമെന്ത് ഹരിനാരായണായ നമ എന്നാണ് എഴുത്തച്ഛൻ പാടുന്നത്. അപ്പോൾ ആ ആനന്ദലഹരി, ശിവാനന്ദലഹരി ഈ തുര്യത്തിൻ്റെ അവസാനത്തെ അവസ്ഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് സാധുഗോപാലസ്വാമികൾ വിവരിക്കുന്നത്. അപ്പോൾ പ്രണവത്തിൻ്റെ അവസാനം നാലാമത്തെ മാത്രയായ അമാത്രയിൽ അല്ലെങ്കിൽ അരമാത്രയിൽ ഈ മൗനാതീതാവസ്ഥ സാധകന് സംജാതമായി കിട്ടും. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം.
തുര്യ ജാഗ്രത്തിലൊന്നും ആനന്ദമറിഞ്ഞിടൂ, തുര്യ സ്വപ്നമോ തന്നെ കാണുന്ന കാഴ്ചയത്രേ, തുര്യ സുഷുപ്തിയിൽ കാണാമരുളിൻ വിളി എല്ലാവും, തുര്യത്തിൽ താനേ ശിവമെന്ന തോന്നലും ഉണ്ടാകാം. ഞാൻ ശിവൻ തന്നെയാണ് എന്ന അവസ്ഥ ഈ തുര്യാതീതമായ അവസ്ഥയിൽ നമുക്ക് ഉണ്ടാകുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമുക്ക് ഉറപ്പ് തരുന്നത്. അപ്പോൾ ശിവസാധനയിലൂടെ, ശിവയോഗ സാധനയിലൂടെ ഒരാൾക്ക് ശിവനായി തീരാൻ കഴിയുമെന്ന് തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നു.